പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുട്ടികളുടെ പരക്കം പാച്ചിലും വേവലാതിയും ആവലാതിയും പ്രഷറും അവസാന ചുവടുവെപ്പായി ഇതൊരു സിനിമയല്ല. സിനിമയുടെ ഉള്ളടക്കത്തെക്കാളും കഠിനവും യാഥാർത്ഥ്യം വളരെ വേദനാജനകവുമായിട്ടുള്ള 1000 സിനിമകളുടെ കഥകളെക്കാൾ നമ്മളെ വിഷമിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അമ്മയുമായി ട്യൂഷൻ സംബന്ധിച്ചുള്ള തർക്കം ബോംബെയിലെ ഒരു ആകാശചുംബിയായ കെട്ടിടത്തിൽ നിന്നും വളരെ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ച് മികവ് കാണിച്ച, അച്ഛൻ ഉപേക്ഷിച്ച അമ്മയുടെ കൂടെ താമസിക്കുന്ന മകൻ 9ാം ക്ലാസ്സുകാരൻ ചാടി ആത്മഹത്യ ചെയ്ത ന്യൂസ് ഇന്ന് വായിച്ചു. നമ്മൾ ആരാണ്? നമ്മൾ എന്തിനാണ്? ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ കുട്ടിക്കാണോ? ഈ സമൂഹത്തിനാണോ? ഈ ട്യൂഷനാണോ? ഈ പ്രഷറിനാണോ? ഈ സിലബസിനാണോ? 7ാം ക്ലാസ് വരെ പഠിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെക്കുറിച്ചറിയാനും നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചറിയാനും മനുഷ്യ വികാസത്തിന് ആവശ്യമുള്ള സംഭവങ്ങൾ പഠിപ്പിച്ചു തരാനും പഠിക്കാനുമുള്ള അവസരമായി കാണാതെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സോഷ്യൽ സയൻസും കൊമേഴ്സും കമ്പ്യൂട്ടേഴ്സും ഒക്കെ പഠിച്ച് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയാലേ തീരൂ അത്തരം നറേറ്റീവ്സ് മാത്രം കൊടുത്ത് പഠിപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ ഭാവി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ട്, 12ാം ക്ലാസ് കഴിഞ്ഞ് വിളിക്കുന്നവരുണ്ട്, MBBS കഴിഞ്ഞ് വിളിക്കുന്നവരുണ്ട്, ബിടെക് കഴിഞ്ഞ് വിളിക്കുന്നവരുണ്ട്, PhD കഴിഞ്ഞ് വിളിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ 10-20 വർഷം കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം? നമ്മളൊക്കെ കാക്ഷിക്കുന്ന യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന ജീവിതത്തിലെ സൗകര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്ന പലരും വിളിക്കുന്ന സമയത്ത് നമുക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം സ്വന്തം തീരുമാനമെടുക്കാൻ പറ്റാത്ത തലമുറ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വിഷയം പഠിക്കണം, 12 കഴിഞ്ഞാൽ ഞാൻ എന്ത് വിഷയം പഠിക്കണം, ബിടെക്കിൽ ഏത് സബ്ജക്ട് എടുക്കണം, MBBSൽ എന്ത്, അല്ലെങ്കിൽ BDS, അല്ലെങ്കിൽ അഗ്രികൾച്ചർ, വെറ്ററിനറി വേണോ, ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല. +2 കഴിഞ്ഞിട്ടില്ല. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ്, JEE, MBBS, IIT, NIT, CUET, മോഹങ്ങളുടെ സ്വപ്നങ്ങളുടെ ലോകം. ആരാണ് തീരുമാനമെടുക്കേണ്ടത്? കുട്ടി എന്ത് പഠിക്കണം? മാതാപിതാക്കളാണോ? സോഷ്യൽ മീഡിയ ആണോ? അഡ്വർടൈസ്മെന്റ് മാത്രം കണ്ടിട്ട് സിനിമാ നടൻ പറയാണ് നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് പഠിച്ചാൽ പിന്നെ ജീവിതം സേഫായി എന്ന്. കാശ് കിട്ടിയത് കൊണ്ട് മാത്രം പറയുന്ന അഡ്വർടൈസ്മെന്റ് അല്ലേ അത്? കുറച്ചെങ്കിലും ജെന്യൂനിറ്റി, സമൂഹത്തോടുള്ള ബോധം ഉള്ള ഒരാൾ അങ്ങനെ ചെയ്യൂ? ബിടെക് കഴിഞ്ഞ് എല്ലാത്തിലും തോറ്റ് നോർത്ത് ഈസ്റ്റിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്രെഡിറ്റ് ട്രാൻസ്ഫർ, ബിടെക് കയ്യിൽ കിട്ടും. യൂണിവേഴ്സിറ്റികൾക്ക് ബിടെക് കൊടുക്കാം, ഓട്ടോണമസ് കോളേജുകൾക്ക് ബിടെക് കൊടുക്കാം. ഇതാണ് വിദ്യാഭ്യാസം. പാരന്റ്സിന്റെ ആവലാതിയും കുട്ടികളുടെ വേവലാതിയും കഴിഞ്ഞ 1.5-2 മാസമായിട്ട് എത്ര പേരാ വിളിക്കുന്നതെന്നറിയോ? ഇതിലൊന്നും തെറ്റുള്ളത് കൊണ്ടല്ല, നല്ലതാണ്. ഒരുവൻ പകുതിയിലേറെ സമയവും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് മാത്രം നശിപ്പിക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ലോകത്തിന്റെ മുന്നിൽ മാറുന്നത്, പരാജയപ്പെടുന്നത്, നശിക്കുന്നത് അവന്റെ സാമൂഹ്യ ബോധമാണ്.
MBBS പഠിക്കുന്ന ഒരു പയ്യനോട് ആരാണ് ഹെൽത്ത് മിനിസ്റ്റർ കേരളത്തിൽ എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ ഡിപ്പാർട്ട്മെന്റിനോടുള്ള സൗകര്യമോ അല്ലെങ്കിൽ സമൂഹത്തിന് സേവിക്കാനുള്ള താല്പര്യമോ ഒന്നുമല്ല, ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു താല്പര്യം, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ചിച്ചോരെ എന്ന് പറയുന്ന ഒരു കുട്ടി എൻട്രൻസ് എക്സാമിന് ഫെയിലായപ്പോ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഹിന്ദി സിനിമ, കോട്ട ഫാക്ടറി എന്ന് പറയുന്ന മാനസികമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികളുടെ കഥ, കോച്ചിങ് സെന്ററിലേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് രൂപയുടെ കഥയാണ് കോട്ട ഫാക്ടറിക്ക് പറയാനുള്ളത്. ഇതൊരു വ്യവസായമാണ്. പോരാട്ടം വ്യവസായമാക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്രാഷ് കോഴ്സ്, റിപ്പീറ്റ് ബാച്ചുകൾ എല്ലാം അത്ഭുതം കാണിക്കുമെന്ന് പറഞ്ഞ് കോടികൾ ഈടാക്കുന്ന, 12ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ റിപ്പീറ്റ് ഇല്ലെങ്കിൽ എന്തോ താഴേക്കടയിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള ധാരണ. എത്രയാ വിജയ ശതമാനം എന്നറിയോ നിങ്ങൾക്ക്? JEE അഡ്വാൻസ്ഡ് 1.5 ലക്ഷം പേര് എഴുതിയതിൽ 20% പേരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ. റാങ്ക് പോട്ടെ, ക്വാളിഫൈഡ് ആവുന്നവര് നീറ്റിൽ 56%, JEEയിൽ 20%. പകരം ലഭിക്കുന്നതോ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം, ഉള്ളില് ഒളിഞ്ഞു വളരുന്ന തളർച്ച, എന്ത് ചെയ്യണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടണം. ആരെടുത്ത്? അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞിട്ടല്ലേ റിപ്പീറ്റ് ചെയ്തത്, അനുഭവിച്ചോളാൻ പറയും. ആ സ്ട്രെസ് ആരോട് പറയും? ഇത് വിളിച്ച് നമ്മുടെ മുന്നിൽ കരയുന്ന പലരുടെയും വീഡിയോ എനിക്ക് ഇടാൻ പറ്റാറില്ല. അത്രയും സങ്കടമായിട്ടുള്ള കാര്യം. 3 Idiots മൂവിയില് നമ്മള് ഹാങ് ചെയ്തിട്ടുള്ള, സ്വന്തം ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയുടെ പ്രഷർ കൊണ്ട് ജോയ് ലോബോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. താരേ ജമീൻ പറില് ഒരു അക്കാഡമിക് എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഒരു ഇന്നർ ടാലന്റിനെ കാണാതെ പോകുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ള സിനിമയാണ്. കുട്ടികളുടെ അകത്തെ യുദ്ധം ഒരാൾ പറഞ്ഞു കൊടുക്കാത്തത്, മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു, ഉറപ്പുള്ള മനുഷ്യന്റെ ലക്ഷ്യങ്ങളുടെ മുന്നേറ്റത്തിന്റെ കഥകള് ചോദിച്ച് മനസ്സിലാക്കാൻ, ആ കുട്ടിയോട് സംവദിക്കാൻ, ആ കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ, കുട്ടികൾക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് പോലും അറിയില്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല. ആത്മബോധവും ആത്മധൈര്യവും ഇല്ലാത്ത വ്യക്തികൾ, ഇത്തരം പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ലാത്ത അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളൊരു അസൈൻമെന്റ് കൊടുത്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ മെന്റർ ചെയ്യുന്നത്. അത് യൂട്യൂബിൽ ഇടാന്ന് പറയുമ്പോൾ എന്റെ മുഖം കാണിക്കാൻ പറ്റില്ല. അവനവന്റെ പ്രതീക്ഷകള്, അവനവന്റെ ആശയങ്ങള്, അവനവന്റെ തോന്നലുകള് അത് ബാക്കിയുള്ളവർക്ക് പങ്കുവെക്കാനുള്ള ധൈര്യമില്ലാത്ത ഒരു സമുദായം, സാമൂഹിക സിറ്റുവേഷൻ, ചുറ്റുപാടുകൾ. ക്ലാസ്സിൽ പോവും, ട്യൂഷന് പോവും, ലോകം ഒന്നും അറിയില്ല. എങ്ങനെയാണ് പ്രഷർ കുക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെലുങ്ക് സിനിമയുണ്ട്. 35 അന്ത പെദ്ദ കഥയല്ല, 35 മാർക്ക് കിട്ടുന്ന അത്ര വലിയൊരു സംഭവമല്ല എന്ന് പറയുന്ന സിനിമ തെലുങ്കില്. ഗുജാൻ സക്സേനയുടെ ഹെർ ഇന്നർ ഫൈറ്റ്സ് ടു ബ്രേക്ക് സോഷ്യൽ ബ്ലോക്സ്. ഡിയർ സിന്ദഗി എന്ന ഷാരൂഖ് ഖാൻ അഭിനയിച്ചിട്ടുള്ള സിനിമ. സൈലന്റ് ടിയേഴ്സ്, കാണാൻ പോകാതെ നമ്മൾ മറന്നു പോകുന്ന കഥ. നമ്മളൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത്, ഒരു വെൽനസ് എക്സ്പേർട്ടിന്റെ അടുത്ത്, ഒരു സ്പിരിച്വൽ ഡയറക്ടറുടെ അടുത്ത്, ഒരു അക്കാഡമിക് എക്സലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് സംസാരിക്കാനും സംവദിക്കാനും പോലും അറിയാത്ത കുട്ടികളെയാണ് ഞാൻ കാണുന്നത് പലപ്പോഴും. കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അവരുടെ പാരന്റ്സിന് കേൾക്കാൻ സമയമില്ല. പഠിക്കുക എന്ന ഒറ്റ ഇൻസ്ട്രക്ഷൻ മാത്രം. പഠിപ്പിക്കുകയല്ല, കേൾക്കാനുള്ള കഴിവ്, അവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, അതാണ് അവരെ വിജയത്തിലേക്ക് എത്തിക്കുക. ജീവിതം മാനസികമായ സ്ഥിരതയില്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ
ഇന്നത്തെ ന്യൂസ് വായിച്ചപ്പോൾ ഈ പാരൻസ് കുട്ടികളെ കുറ്റപ്പെടുത്തുക, കുട്ടികൾ സൈലന്റ് ആയിട്ട് കരയുക, അതിനിടയിൽ വരുന്ന കോച്ചിങ് സെന്ററുകളുടെ ആകർഷിക്കുന്ന അഡ്വർടൈസ്മെന്റ്സ്, തിരക്ക് പിടിച്ച എക്സാം ഹാളുകൾ, ഭാരിച്ച ട്യൂഷൻ ഫീസുകൾ, ഒന്നും അറിയാത്ത ബുദ്ധുക്കൾ നടത്തുന്ന ട്യൂഷൻ കോച്ചിങ് സെന്ററുകൾ. നമുക്ക് ഉത്തരം വേണം, ഒരു നറേറ്റീവ് വേണം. വീടിനകത്തും സ്കൂളിലും നമുക്ക് സുഖമാണോ? ജീവിതം എന്താണ്? ലൈഫ് സ്കിൽ എന്താണ്? സോഫ്റ്റ് സ്കിൽ എന്താണ്? പേഴ്സണാലിറ്റി എന്താണ്? തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണം. ചോദ്യങ്ങൾ ഉയരണം. ചോദ്യങ്ങളില്ല കുട്ടികൾക്ക്. ഞാൻ എവിടെ ചേരണമെന്നല്ലാതെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഇല്ല. എന്തിനാണ് ചേരുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഇല്ല പറയാൻ. ഒരു പാരഗ്രാഫ് എഴുതാൻ അറിയില്ല. അവരുടെ കഥ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ നീണ്ട പാരഗ്രാഫുകളുടെ കൂട്ടങ്ങളാണ്. ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഇല്ല. കൃത്യമായിട്ട് 3 പാരഗ്രാഫിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ സാധിക്കില്ല. എന്താണ് ഈ ഇംഗ്ലീഷ് ടീച്ചർമാരും മലയാളം ടീച്ചർമാരും ലാംഗ്വേജ് ടീച്ചർമാരും ഹ്യൂമാനിറ്റീസ് ടീച്ചർമാരും സോഷ്യൽ സയൻസ് ടീച്ചർമാരും ചെയ്യുന്നത് സ്കൂളുകളിൽ എന്നെനിക്കറിയില്ല. നമുക്ക് നഷ്ടപ്പെടുന്ന വഴികൾ, ചോദ്യമുയരാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കലാണോ ടീച്ചർമാരുടെ കടമ, വിദ്യാഭ്യാസത്തിന്റെ കടമ? ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ കൃത്യമായിട്ട് എന്തു ചെയ്യണമെന്നറിയുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചിച്ചോരയിലോ 3 ഇഡിയറ്റ്സിലോ കോട്ട ഫാക്ടറിയിലോ താരേ സമീൻ പറിലോ ഡിയർ ജിന്ദഗിയിലോ സീരിയസ് മെന്നിലോ കാഷ് ക്രോസിലോ ലാക്കോമേ ഏക് നെറ്റ്ഫ്ലിക്സിലെ സീരീസ്, ഇതൊക്കെ ഓർത്തു പോവുകയാണ്. TV ആക്ടറുടെ മകൻ, ഡൈവേഴ്സ് ചെയ്യപ്പെട്ട അമ്മ, ട്യൂഷന് പോകണം എന്നുള്ള ഇൻസിസ്റ്റൻസ് പറഞ്ഞു കേട്ട 9ാം ക്ലാസ്സിലെ കുട്ടി, ഫ്ലാറ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ വാർത്ത കേട്ടപ്പോൾ എൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുട്ടികളുടെ ആവലാതികളും വിളികളും സംസാരവും റെക്കോർഡ് ചെയ്തതും ചെയ്യാത്തതും ആയിട്ടുള്ള കുറേ അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ പറയാണ്, നമുക്ക് തുറന്ന് സംസാരിക്കാൻ, അപ്രോച്ച് ചെയ്യാൻ, വിഷമങ്ങൾ അറിയിക്കാൻ ഒരാളില്ല. വിദ്യാഭ്യാസത്തിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് നിശ്ചയിക്കാൻ ഉതകുന്ന ഒരു പാഠ്യപദ്ധതി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ അറിവുകൾ കൊടുക്കുന്ന വിദ്യാഭ്യാസമല്ല നമ്മുടേത്. ആരൊക്കെയോ ആക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്ന, ആരുടെയൊക്കെയോ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്ന, ഒന്നിനും കൊള്ളാത്ത ഒരു സിലബസ് പഠിപ്പിച്ചു തീർക്കാൻ 10 ദിവസം മതി. അത് വലിച്ചു നീട്ടി 3 മാസം, 6 മാസം, സെമസ്റ്റർ. നമ്മുടെ കുട്ടികൾക്ക് ഇതിനേക്കാളും കഴിവുകളുണ്ട്. അവർക്ക് പഠിക്കാൻ അത്രയൊന്നും സമയം വേണ്ട. ബോറായിട്ടുള്ള ക്ലാസ്സുകൾ, പഠിപ്പിക്കാൻ അറിയാത്ത മാഷന്മാർ, താല്പര്യമില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിസിനസ് മാത്രം നടത്തുന്ന കാഴ്ചകൾ കണ്ടു മടുത്തു. മാറ്റം വരുത്താൻ ആരാണ്, എവിടെയാണ് തുടക്കം കുറിക്കേണ്ടതെന്ന് കുറേ ആൾക്കാർ ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ. മാറ്റം വരണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. ശ്രമം തുടരട്ടെ.